വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ മോർണിംഗ് ഗ്ലോറി ആയിട്ടാണ്, സാറ്റർഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസങ്ങൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 15ാമത്തെ ദിവസമാണ്, 18ാമത്തെ ദിവസം, സോറി 6-3-18 ദിവസമാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒരു കട്ടൻ കാപ്പി ഞങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചേക്കണേ, കഴിയുമ്പോൾ നിങ്ങൾ തന്നെ കുടിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വലിയ സന്തോഷത്തെ ദിനമായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും തീർക്കട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബജീവിതങ്ങളിൽ, നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒക്കെ കർത്താവ് ഒത്തിരി സന്തോഷം ഇങ്ങനെ വാരി വെതറി നൽകട്ടെ എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ അല്പം നിമിഷങ്ങൾ ആരാധിക്കാൻ പോവുകയാണ്. അതിന് ശേഷം നമ്മൾ ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കും. അതിനിടയിൽ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ വേഗത്തിൽ ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങുക. ഫേസ്ബുക്കിലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ തുടങ്ങുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ആരാധനയിലേക്ക് പോകാം. Step down into darkness, open my eyes, let me see beauty that made this heart adore you, and hope of a life spent with you. So here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely and altogether worthy and altogether wonderful to me. King of all days, oh so highly exalted, glorious in heaven above, and humbly you came to the earth you created, and all for love's sake became poor. So here I am to worship, and here I am to bow down, here I am to say that you're my God. You're altogether lovely and altogether worthy and altogether wonderful to me. ആരാധിക്കുന്നു ഞാൻ കുമ്പിടും തൃപ്പാതെ, നീ മാത്രമെൻ ദൈവം എന്നെന്നും. സ്നേഹവാനാം ദൈവം, യോഗ്യനാകും യേശു, നല്ലവനായെന്നും എൻ കൂടെ. എൻ പാപം ചുമക്കാൻ കുരിശേറി നീ, എത്രയോ വലിയ വില നൽകി നീ. എൻ പാപം ചുമക്കാൻ കുരിശേറി നീ, എത്രയോ വലിയ വില നൽകി നീ. I'll never know how much it cost to see my sin upon that cross. I'll never know how much it cost to see my sin upon that cross. Thank you. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely.
വചനത്തിലൂടെ വളരെ വ്യക്തമായും ശക്തമായും ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹ്യൂമൻ ലൈഫ്, മനുഷ്യജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കണ്ടു. അതിൽ കഴിഞ്ഞ 3 ദിവസം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തത് യുവർ ലൈഫ് ഈസ് പ്രഷ്യസ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ജീവൻ വളരെ വിലയേറിയതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് സംസാരിക്കാൻ പോകുന്നത് ജീസസ് വിൽ ഗ്ലോറിഫൈ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് യേശു മഹത്വീകരിക്കും, അല്ലെങ്കിൽ മഹത്വമുള്ളതാക്കും. അത് പറയാൻ കാരണം, ഹിസ്റ്ററിയിൽ ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ ആദം മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ചിലരെ എന്ന് വെച്ചാൽ ഹ്യൂമൻ ഹിസ്റ്ററിയെ എൻറിച്ച് ചെയ്ത, സമ്പുഷ്ടമാക്കിയ, അവരുടെ ജീവിതം കൊണ്ട് കുറേ കൂടെ ആഡഡ് വാല്യൂ നൽകിയ പലരുമുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് തുടങ്ങി ഇങ്ങോട്ടെടുത്താൽ ബൈബിളിൽ തന്നെ നിരവധി ദൈവദാസന്മാർ, ദൈവപുരുഷന്മാർ മനുഷ്യൻ്റെ ജീവിതത്തെ കുറേ കൂടെ നല്ലതാക്കി മാറ്റി. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ ബൈബിൾ ക്യാരക്ടേഴ്സ് അവിടെ നിൽക്കട്ടെ. അത് കൂടാതെ വന്ന കുറേ അധികം പേരുണ്ട്. പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് തന്ന ഒത്തിരി പേര് ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. തത്വചിന്തകളാൽ പലതും കൊണ്ട് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങി ഇങ്ങോട്ട് ഒത്തിരി പേര് പലതും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മനുഷ്യകുലത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ വന്ന് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടും ഇന്നലെ നമ്മൾ കണ്ടതുപോലെ സങ്കീർത്തനങ്ങൾ 49:7 നമ്മൾ കണ്ടു, മനുഷ്യൻ്റെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് അസാധ്യമാണ്, ആർക്കും അത് ചെയ്യാൻ സാധ്യമല്ല. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇതിനിടയിലാണ് മനുഷ്യൻ്റെ ഈ ഹിസ്റ്ററിയെ രണ്ടാക്കി വിഭജിച്ചുകൊണ്ട് യേശു കർത്താവ് വരുന്നത്. അതോടുകൂടെ ഹിസ്റ്ററി വേറൊരു ഡയറക്ഷനിലേക്ക് പോവുകയാണ്. ഇതുപോലെ മനുഷ്യനെ ഇമ്പാക്റ്റ് ചെയ്ത, ഇൻഫ്ലുവൻസ് ചെയ്ത വേറെ ഒരു വ്യക്തിത്വം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മൊത്തം മനുഷ്യൻ എന്ന വർഗത്തെ, മനുഷ്യ കുടുംബത്തെ എൻറിച്ച് ചെയ്ത, സമ്പന്നമാക്കിയ, സമ്പുഷ്ടമാക്കിയ ഒരേ ഒരു വ്യക്തി യേശു കർത്താവാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ ചരിത്രത്തിൽ വന്നത് ചെയ്തെങ്കിൽ നിങ്ങളുടെ ചരിത്രത്തിലേക്ക് വന്ന് നിങ്ങളുടെ ജീവിതത്തെ അവൻ സമ്പുഷ്ടമാക്കാൻ പോകുകയാണ്. He wants to do that if you allow. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-20 വചനത്തിൽ പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അകത്ത് വരികയും ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുകയും ചെയ്യും. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫെലോഷിപ്പ്. നിങ്ങൾ ആരോടൊപ്പം ഇരുന്ന് അത്താഴം കഴിക്കുന്നത്? ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, കുടുംബാംഗങ്ങൾ, അതുപോലുള്ള ഫ്രണ്ട്സ്, തിക് ഫ്രണ്ട്സ്. വഴി കൂടി പോകുന്ന വാ നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കാൻ ആരെങ്കിലും വിളിക്കാറുണ്ട്? വഴിയെ പോകുന്ന ഒരാളെ വിളിച്ചിട്ട് വീട്ടിൽ കയറ്റി അത്താഴം കഴിക്കാൻ ഒരുമിച്ച്? നോ, വി നെവർ ഡു ദാറ്റ്. അത്താഴം കഴിക്കുന്ന അതുപോലെ ക്ലോസ് ആയി വരുന്നവരാണ്, അവരോടൊപ്പമാണ് അത്താഴം കഴിക്കുന്നത്. യേശു കർത്താവ് പറയുന്നത്, ഐ വാണ്ട് ടു ഹാവ് എ ഡിന്നർ വിത്ത് യു. ഞാൻ നിന്നോടൊപ്പം ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഐ വാണ്ട് ടു ബി സോ ക്ലോസ് ടു യു, സോ ഇൻറ്റിമേറ്റ് വിത്ത് യു. ഇനി ഒരു കാര്യം ഞാൻ പറയാൻ പോവാം. ഈ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ വന്ന വരവ് അതിഭയങ്കരമായിരുന്നു. അതിനെക്കുറിച്ച് പറയുന്നത്, ആദ്യത്തെ വാഗ്ദത്തത്തിന് ശേഷം ഏകദേശം 4000 വർഷത്തോളമാണ് മനുഷ്യൻ കാത്തിരുന്നത് ഈ ദൈവോത്തരം വരാൻ വേണ്ടി. ഗലാത്യലേഖനം 4:4 പറയുന്ന, കാലസമ്പൂർണ്ണത വന്നപ്പോൾ ഈ യേശു കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരൊക്കെയും വിലക്ക് വാങ്ങി. ആ വരവിനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി, അല്ലെങ്കിൽ ഏറ്റവും ഒരു ദൈവികമായ രീതിയിൽ അവതരിപ്പിച്ച യോഹന്നാൻ അപ്പസ്തോലനാണ്.
യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലാണ്. ഇപ്പോൾ മത്തായി വംശാവലിയോടുകൂടി തുടങ്ങുന്നു, മർക്കോസ് നേരെ അങ്ങ് യേശുവിൻ്റെ ശുശ്രൂഷയിലേക്ക് കയറുന്നു, ലൂക്കോസിൻ്റെ സുവിശേഷം ചരിത്രപരമായി അങ്ങനെ പോകുന്നു. എന്നാൽ യോഹന്നാൻ യേശുവിനെ അവതരിപ്പിക്കുന്നൊരു വിധമുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചു നോക്കി. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ വേർഡ് വേർഡ് വേർഡ്, വചനം 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 എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? യേശുവിനെ കുറിച്ച്. അപ്പോൾ ആ വചനം എന്ന ഭാഗത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യണേ, ആ വചനത്തിൻ്റെ ഭാഗത്ത് യേശു എന്നാക്കി ഒന്ന് വായിച്ചു. കിഷമ സിസ്റ്റർ ഒന്ന് വായിച്ചു തന്നെ. ആദിയിൽ യേശു ഉണ്ടായിരുന്നു, യേശു ദൈവത്തോടു കൂടെ ആയിരുന്നു, യേശു ദൈവമായിരുന്നു, യേശു ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും യേശു മുഖാന്തരമുളവായി, ഉളവായതൊന്നും യേശുവിനെ കൂടാതെ ഉളവായതല്ല. യേശുവിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ യേശുവിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. The true light that gives light to every man was coming into this world. Wow. ഈ കർത്താവ് വരുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായി അവിടെ പറയുന്നത്. വേർഡ്, ലൈഫ്, ട്രൂത്ത്. എല്ലാവരും പറഞ്ഞേ, വേർഡ്, ലൈഫ്, ട്രൂത്ത്. ഒന്നുകൂടെ, വേർഡ്, ലൈഫ് ആൻഡ് ട്രൂത്ത്. മലയാളം പറഞ്ഞേ. വചനം, സത്യം, അല്ലേ? സോറി, വചനം, ജീവൻ, ജീവൻ, വെളിച്ചം. ഒന്നുകൂടെ, വചനം, ജീവൻ, വെളിച്ചം. വേർഡ്, ലൈഫ്, ലൈറ്റ്. ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കുവാണ്. വചനം, ജീവൻ, വെളിച്ചം. ആദ്യം വചനം ഉണ്ടായിരുന്നു. ഈ ദൈവപുത്രനെ കുറിച്ചാണ് പറയുന്നത്. ഇൻ ദ ബിഗിനിങ് വാസ് ലോഗോസ്, ദൈവവചനം. ആ വചനമാണ് അതിനുശേഷം താഴേക്ക് നമ്മൾ വായിക്കുന്ന ഓരോ ഭാഗത്ത് പറയുന്ന വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിനുശേഷം 4-ാമത്തെ വചനത്തിൽ പറഞ്ഞു ഇൻ ഹിം വാസ് ലൈഫ്. ഈ വചനത്തിൽ അല്ലെങ്കിൽ ഈ യേശുവിൽ ജീവനുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ലൈഫ് വാസ് ദ ലൈറ്റ് ഓഫ് മെൻ. ആ ജീവനാണ് മനുഷ്യൻ്റെ വെളിച്ചം. അപ്പോൾ ജീവനും വെളിച്ചവും ബന്ധപ്പെട്ട് കിടക്കുന്നു, ജീവനും വചനവും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് 3ഉം കൂടി കണക്റ്റഡായിട്ട് കിടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നോക്ക്, യേശു കർത്താവിന് ഒരാൾ പറയും, യേശുവേ എൻ്റെ ജീവിതത്തിലോട്ട് വന്ന് നമുക്ക് ഒരുമിച്ച് അത്താഴം കഴിക്കാം, കൂട്ടുകൂടാം, ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുന്ന ആ നിമിഷം വചനമെത്തുന്നു, ജീവനെത്തുന്നു, വെളിച്ചമെത്തുന്നു. ഇരുൾ ആ സമയത്ത് ആ മതിൽ ചാടി പുറത്തോട്ട് പോകും, തിരിച്ചു വരില്ല. അതുപോലെ ഇരുൾ മാറിപ്പോവും. അവനാണ് അവിടെ പറഞ്ഞ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ യോഹന്നാൻ യേശുവിൻ്റെ വരവിനെ അവതരിപ്പിക്കുന്നത് അത്രത്തോളം ഭംഗിയായിട്ടാണ്. ഈ യേശുവിന് മാത്രമേ ഏതൊരു വ്യക്തിയെയും കൂടുതൽ സമ്പന്നമാക്കാൻ, ലൈഫിനെ മീനിങ് ഫുള്ളാക്കാൻ, ലൈഫിനെ ഏറ്റവും കൂടുതൽ റിച്ചാക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രേരക ശക്തി എന്തായിരുന്നു? എന്താണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നിലേക്ക് നടത്തുന്നത്? വാട്ട് ഈസ് മോട്ടിവേറ്റിംഗ് യുവർ ലൈഫ്? പലതും കാണും. ചിലർക്ക് കലയാണ്, ചിലർക്ക് സംഗീതമാണ്, ചിലർക്ക് ഡാൻസാണ്. പലതിനെയും പ്രണയിക്കുന്നുണ്ട് ആളുകൾ, കലാകായിക രംഗത്തെ പലതിനെയും. അതാണ് മോട്ടിവേഷൻ. ഇതെല്ലാം ഒരു ദിവസം അവസാനിക്കും. ഇതെല്ലാം അവസാനിക്കുമ്പോഴും ജീവിതത്തിന് വെളിച്ചം നൽകുന്ന, ജീവിതത്തിന് ജീവൻ നൽകുന്ന, ജീവിതത്തിന് എല്ലാം നൽകുന്ന ഒന്നുണ്ടെങ്കിൽ അത് ജീവൻ്റെ ഉറവിടമായ യേശു മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
ഈ മോർണിംഗ് ഗ്ലോറിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവനും ജീവിതവും ഏറ്റവും സമ്പുഷ്ടമാകാൻ ദൈവം ആഗ്രഹിക്കുന്നു, യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുവിന് അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുവാൻ ആഗ്രഹമുണ്ട്. ഈ ആവർത്തന പുസ്തകം 32, 46, 47 വചനങ്ങൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 32, 46, 47 വചനങ്ങളിൽ he said to them, take to heart all the words I have solemnly declared to you this day, so that you may command your children to obey carefully all the words of this law. 47 പറയുന്നത്, they are not just idle words for you, they are your life. By them you will live long in the land you are crossing the Jordan to possess. In the land you are crossing the Jordan to possess. 46, 47 വചനങ്ങൾ അല്ലേ? 46, 47. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിപ്പാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വച്ചുകൊള്ളുവിൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെ ആകുന്നു. നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്കിതിനാൽ ദീർഘായുസ്സുണ്ടാകും. എന്തിനാൽ? ഈ വചനത്താൽ. വചനമാണ് ജീവൻ. ഈ വചനങ്ങളൊന്നും മറക്കരുത്. വചനത്തിൽ ജീവനുണ്ട്. വചനമാണ് ജീവൻ. അത് നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിയുമ്പോഴും ജീവനായിരിക്കും. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? യേശു കർത്താവ് വചനമാണ്. വചനത്തിലാണ് ജീവൻ. ആ ജീവനിലാണ് വെളിച്ചം. പല മനുഷ്യരും 30 വയസ്സായാലും 45 വയസ്സായാലും 59 വയസ്സായാലും 67 വയസ്സായാലും ജീവിതം പലപ്പോഴും ഇരുളിലാണ്. അവരുടെ ജീവിതത്തിൽ ലൈഫില്ല. അതിന് കാരണം എന്താണെന്ന് പറയാമോ? വചനമില്ലാത്തതാണ്. നമ്മുടെ ജീവിതത്തെ എൻറിച്ച് ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ജോഷുവയുടെ കർത്താവ് പറഞ്ഞു, ഈ വചനങ്ങൾ വിട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. എപ്പോഴും നിൻ്റെ വായിൽ ഈ വചനം ഉണ്ടായിരിക്കണം. അത് നിന്നെ ബി ബോൾഡ് ആൻഡ് ബി സ്ട്രോങ്. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ഈ വചനം ഉണ്ടോ ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കും. ചെയ്യേണ്ടത് ഒരു ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സീസണിലേക്ക് ഒത്തിരി പേര് ഇതിന് വേണ്ടി സമയമെടുക്കുന്നുണ്ടായിരിക്കും. ലോക്ക്ഡൗൺ മാറിക്കഴിയുമ്പോഴോ വചനം പഠിക്കാൻ, വചനം കേൾക്കുക. പിന്നെ സൺഡേ ക്രിസ്ത്യാനികളായി മാറുമോ? ഞായറാഴ്ച മാത്രം അല്പം വചനം. ആരെങ്കിലും പറഞ്ഞു ശരി, ഹല്ലേലൂയ, ആമേൻ, ശരി. അങ്ങനെയുള്ളൊരു ലൈഫിലേക്ക് പോകാതെ ഈ വചനമാണ് നമ്മളെ നടത്തുന്നത്. അതിലാണ് ജീവൻ, അതിലാണ് വെളിച്ചം. ഫിലിപ്പ് ലേഖനം 2:16 വചനത്തിൽ കാണുന്നത്, ഹോൾഡിങ് ഫാസ്റ്റ് ദ വേർഡ് ഓഫ് ലൈഫ് so that I may rejoice in the day of Christ, that I have not run in vain or labored in vain. ഫിലിപ്പ് ലേഖനം 2:16. എനിക്ക് തോന്നുന്നത് 15 വചനത്തിലാണ് മലയാളത്തിൽ. നോ പ്രോബ്ലം. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസികളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. പൗലോസ് പറയുന്നത് ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ നിങ്ങൾ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ നിങ്ങൾ പ്രകാശിക്കണം. ലോകത്തിൽ നിങ്ങൾ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കണം. എങ്ങനെയാണ്? ജീവന്റെ വചനം പ്രമാണിക്കുമ്പോൾ. ജീവന്റെ വചനം ഉള്ളിൽ വന്ന് അതനുസരിക്കുമ്പോഴാണ് നക്ഷത്രങ്ങളായി മാറുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ അല്ല. ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് പറയാം. നിങ്ങൾ ഈ വചനം കേട്ട് നോട്ട്സ് എഴുതി. ചിലർ നോട്ട്സ് എഴുതുന്നില്ല, എപ്പോഴും പിടിക്കും. ഞാൻ നോട്ട്സ് എഴുതിക്കൊള്ളണം. അത് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചത്. എപ്പോഴും റെഗുലറായി കൃത്യമായി ഞാൻ പറഞ്ഞില്ലെങ്കിലും നോട്ട്സ് എഴുതുന്നവർ ഇനി ഫോട്ടോ അയക്കണമെന്നില്ല. നോ പ്രോബ്ലം. നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ്. അല്ലാത്തവർ അയച്ചാൽ മതി. വേറെ ഒന്നുകൊണ്ടല്ല, എൻ്റെ മൊബൈലിങ്ങനെ ഇതൊക്കെ വന്ന് മൊബൈൽ ഇപ്പോൾ വീർത്ത് വരുവാണ്. ഇതെല്ലാം കൂടി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ രീതി പറയുക. ഞാൻ ഈ വചനങ്ങളെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നു. ഇത് നിങ്ങൾ സ്വീകരിച്ച് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നില്ലെങ്കിൽ, ഈ വചനം നിങ്ങളിൽ വന്ന് നിറയുന്നില്ലെങ്കിൽ, ഞാൻ ഈ ചെയ്തതെല്ലാം വെറുതെയായി.
ഇതാണ് പൗലോസോടെ പറയുന്നത്. ഞാൻ ഓടിയതും അധ്വാനിച്ചതെല്ലാം വെറുതെയായി. അന്ന് ഇതുപോലുള്ള മാധ്യമങ്ങളില്ലല്ലോ. അദ്ദേഹം നേരിട്ട് ഓടി, കപ്പൽ യാത്ര ചെയ്ത്, നടന്ന് ഒക്കെ ജനങ്ങളോട് വചനം പറഞ്ഞു. ആ വചനം നിങ്ങളിലില്ലെങ്കിൽ, നിങ്ങൾ അതിനനുസരിച്ച് നക്ഷത്രങ്ങളെപ്പോലെ ജീവിക്കുന്നില്ലെങ്കിൽ, ഞാൻ ചെയ്തതെല്ലാം വെറുതെയാകുന്നു. അതുകൊണ്ട് ഇത് പാഴ്വേലയായി പോകാതിരിക്കാൻ എല്ലാവരും ആ വചനങ്ങളെ ധാരാളമായി കേട്ടനുസരിച്ച് 1 യോഹന്നാൻ 1:1 നമുക്ക് നോക്കാം. ദാറ്റ് വിച്ച് വാസ് ഫ്രം ദ ബിഗിനിങ്, വിച്ച് വി ഹാവ് ഹേർഡ്, which we have seen with our eyes, which we have looked upon, and our hands have handled concerning the word of life. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും, രണ്ടാമത്തെ വചനം, ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ഞങ്ങൾ അപ്പോൾ അവിടെയും ജീവന്റെ വചനം, വേർഡ് ഓഫ് ലൈഫ്, ജീവന്റെ വചനം. ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ ഈ ആഴ്ചയില്ല, തിങ്കളാഴ്ചയാണ് തോന്നുന്നു ഞാൻ പറഞ്ഞത്, 2 ടൈപ്പ് ലൈഫുണ്ട്. ഒന്ന് ശരീരത്തിലുള്ള ജീവൻ, 2 ആത്മാവിലുള്ള ജീവൻ. ശരീരത്തിലുള്ള ജീവൻ ദൈവം ആദ്യം ആദാമിന് കൊടുത്തത് പരമ്പരാഗതമായി തലമുറയായി നമ്മുടെ മാതാപിതാക്കളിലൂടെ നമ്മുടെ ശരീരത്തിലെത്തി. എന്നാൽ ആത്മീയ ജീവൻ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് വെള്ളത്താലും ആത്മാവിനാലും. എന്ന് വെച്ചാൽ ആത്മാവ് എന്താണ്? വചനത്താലും പരിശുദ്ധാത്മാവിനാലുമാണ് ഇത് നമ്മിലേക്ക് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് വേർഡ് ഓഫ് ലൈഫ്, അതിനകത്താണ് ജീവനുള്ളത്. നമ്മുടെ അകത്ത്, സ്പിരിറ്റിനകത്ത് ലൈഫ് വേണമെങ്കിൽ അത്രത്തോളം വചനം നമ്മുടെ അകത്ത് സ്റ്റോർ ചെയ്യണം. ചിന്തിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയത്. എത്ര കൂടുതൽ വചനം നമ്മുടെ അകത്ത് സ്റ്റോർ ചെയ്യുമോ അത്രയും കൂടുതൽ ലൈഫ് നമ്മുടെ അകത്തുണ്ടാവും. ഇതാണ് അതിൻ്റെ അനുപാതം. അപ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നത് ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. ദാറ്റ് വിച്ച് വാസ് ഫ്രം ദ ബിഗിനിങ്, ആദ്യം മുതലുള്ളതും, വിച്ച് വി ഹാവ് ഹേർഡ്, ഞങ്ങളത് കേട്ടു. അപ്പോൾ വചനം എന്ത് ചെയ്യണം? കേൾക്കണം. നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുക. അടുത്തത് വി ഹാവ് സീൻ, അന്ന് വചനത്തെ കാണാമായിരുന്നു. എന്തുകൊണ്ടാണ്? പ്രത്യക്ഷമായ രീതിയിൽ യേശു കർത്താവ് അവരുടെ മുമ്പിലുണ്ടായിരുന്ന വചനത്തെ അവർ കണ്ടു. പിന്നെന്ത് ചെയ്തു? വിച്ച് വി ഹാവ് ലുക്ക്ഡ് അപ്പോൺ, ഞങ്ങൾ നോക്കി. ആൻഡ് അവർ ഹാൻഡ്സ് ഹാവ് ഹാൻഡിൽഡ്, ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടു. അവർ അനേക പ്രാവശ്യം യേശുവിനെ തൊട്ടു. പിന്നെ കൺസേണിങ് ദ വേർഡ് ഓഫ് ലൈഫ്, ഈ അങ്ങനെയുള്ള ആ ജീവൻ്റെ വചനം സംബന്ധിച്ച്. അപ്പോൾ ജീവൻ എത്രത്തോളം നമ്മിലേക്ക് ഉണ്ടോ അത്രത്തോളം ആ ജീവൻ, നിത്യജീവൻ നമ്മുടെ അകത്ത് ധാരാളമായിട്ട് ഉണ്ടായിരിക്കും. 1-2 വചനങ്ങളൂടെ ഇതിനോട് കണക്ട് ചെയ്ത് തരാൻ പോവുക. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 16. അതിൽ പറയുന്നത് 2 തിമോത്തിയസ് 3:16, ആൻഡ് വിതൗട്ട് കോൺട്രവേഴ്സി ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്. God was manifested in the flesh, justified in the spirit, seen by angels, preached among the Gentiles, believed on in the world, received up in glory. അതൊന്ന് വായിക്കാമോ? അതെ, 1 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 16. ഞാൻ തിരിച്ചാണോ പറഞ്ഞതെന്നറിയില്ല. 1 തിമോത്തിയോസ് 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. God was manifested in the flesh. ദൈവം മനുഷ്യ മാംസമായി വെളിപ്പെട്ടു. ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും സമ്പുഷ്ടമാക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. യോഹന്നാൻ 8:16 അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യം കർത്താവ് പറയുന്നത്, when Jesus spoke again to the people, he said, I am the light of the world. Whoever follows me will never walk in darkness, but will have the light of life. യോഹന്നാൻ 8:12 യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ
ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും. കർത്താവ് എന്താ പറയുക? ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് വില്ലേജ്. നോ. ഐ ആം ദ ലൈറ്റ് ഓഫ് ദിസ് സിറ്റി. നോ. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ നേഷൻ ഓഫ് ഇസ്രായേൽ. നോ. ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ്. ലോകത്തിലുള്ള സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുവാനുള്ള പ്രകാശം യേശുവാണ്. ആമേൻ. ഇന്ന് ഇരുളിലായിരിക്കുന്ന എന്ന് വെച്ചാൽ ഡയറക്ഷൻ അറിയില്ല, ലൈഫ് എന്താണ്, എങ്ങോട്ടാ പോകുന്നത് ഒന്നും അറിയാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യേശുവിനെ ലൈഫിലേക്ക് എടുത്താൽ, ജീവിതത്തിലേക്ക് സ്വീകരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ലൈറ്റിലേക്ക്, വെളിച്ചത്തിലേക്ക് വരാൻ തുടങ്ങും. കാരണം അവന് മാത്രമേ സകല മനുഷ്യരുടെയും ലൈഫ് പ്രകാശിപ്പിക്കാൻ സാധിക്കും. ഈ ലൈറ്റ് ഇല്ലെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്നറിയാൻ സാധ്യമല്ല. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകും. എനിക്കറിയാം, എനിക്ക് മെസ്സേജ് അയക്കുന്ന, പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയുന്ന, ഓഡിയോ മെസ്സേജ് അയക്കുന്ന, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന ഒത്തിരി പേര് ലൈഫിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ വല്ലാതെ വിഷമിക്കുക. ഒന്നിൻ്റെ ആവശ്യമില്ല. കർത്താവ് പറഞ്ഞ്, എന്നെ അനുഗമിക്കുന്നവൻ, എൻ്റെ പിന്നാലെ വരുന്നവൻ ഇരുളിൽ ആയിപ്പോകുകയില്ല, ഇരുളിൽ നടക്കുകയില്ല, പകരം ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുന്ന ജീവൻ്റെ വെളിച്ചമുള്ളവരായി അവർ മാറും. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു ജീവൻ്റെ വെളിച്ചം പ്രാപിച്ച് ഡയറക്ഷനോടുകൂടി നടക്കുന്ന ഒന്നായിട്ട് മാറണം. യോഹന്നാൻ 11:25 I am the resurrection and the life. He who believes in me will live even though he dies. മരിച്ചാലും അവർ ജീവിക്കും. കാരണം എന്താണ്? ഞാനാണ് പുനരുത്ഥാനവും ജീവനും. യോഹന്നാൻ 14:6 എല്ലാവർക്കും അറിയാം. I am the way, the truth and the life. ഞാനാണ് ജീവൻ എന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളിലെല്ലാം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാൻ യേശുവിന് മാത്രമേ സാധിക്കൂ. ഏതെങ്കിലും ഒരു ഇസത്തിൻ്റെ പുറകെ, ഒരു തത്വസംഹിതയുടെ പുറകെ, തത്വജ്ഞാനത്തിൻ്റെ പുറകെ പോയാൽ ലൈഫ് ഇരുളിലായിരിക്കും. ചില പാർഷ്യൽ ലൈറ്റൊക്കെ കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യാജ വെളിച്ചത്തിൻ്റെ ഒരു വെളിച്ചത്തിലായിരിക്കും, ആ ഒരു മങ്ങിയ അരണ്ട മിന്നാമിനങ്ങിൻ്റെ വെളിച്ചത്തിലായിരിക്കും ജീവിക്കുന്നത്. യഥാർത്ഥമായ പ്രകാശം യേശു കർത്താവിന് മാത്രമേ തരാൻ കഴിയൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ജീസസ് ക്യാൻ ഗീവ് യുവർ ലൈഫ് എൻറിച്ച്മെൻറ്റ്. ഹീ ക്യാൻ ഗ്ലോറിഫൈ യുവർ ലൈഫ്. ജീവിതത്തെ ധന്യമാക്കാൻ, തേജസ്കരിക്കാൻ, മഹത്വീകരിക്കാൻ കഴിയും. ഇത് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ ജീവൻ തന്നെയാണ്. അത് അനേക പ്രാവശ്യൻ്റെ സാക്ഷി ഞാൻ പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് വന്ന ശേഷമാണ് എൻ്റെ ലൈഫിൽ വെളിച്ചമുണ്ടായത്, ബോധമുണ്ടായത്, എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ആ ലൈഫിലെ ഇരുളുകളെല്ലാം യേശു കർത്താവ് എന്നിൽ നിന്നും എടുത്തു മാറ്റി. ഹല്ലേലൂയ. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനോട്, ബാലികാബാലന്മാരോട്, പ്രായമുള്ളവരോട്, എല്ലാവരോടും ഞാൻ പറയുക, ഈ യേശു കർത്താവ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായി നിർത്തുക. അവനോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത്, അവനിഷ്ടമില്ലാത്ത ഒന്നും ചെയ്യരുത്, അവനിഷ്ടമില്ലാത്ത റിലേഷൻഷിപ്പിൽ പോയി കുരുങ്ങരുത്. യങ്സ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കന്മാരെ, യേശുവിന് ഇഷ്ടമില്ലാത്ത റിലേഷൻഷിപ്പിൽ പോയി കുരുങ്ങരുത്, പുറത്തു വരണം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കും. പാട്ടുപാടി ദൈവത്തെ ആരാധിച്ച ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു, പലരെയും കർത്താവ് ഇന്ന് സൗഖ്യമാക്കും. ജീവിതത്തിൽ വലിയ വിടുതലുകൾ കർത്താവ് തരും. നമുക്ക് ചേർന്ന് ഇപ്പോൾ പാടി ദൈവത്തെ സ്തുതിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, ജീവനാൽ എന്നെ വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ച
പരീക്ഷയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണൂന്ന് പൊൻകരത്താ, കുടിക്കുന്ന നാം സ്വർഗ സന്തോഷത്താ. തുടച്ചെന്റെ കണ്ണൂന്ന് പൊൻകരത്താ, കുടിക്കുന്ന നാം സ്വർഗ സന്തോഷത്താ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ക്ഷമസിസ്റ്റം ഒന്ന് പ്രാർത്ഥിക്കാമോ ജനത്തിനു വേണ്ടി? ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമേ, ഞങ്ങൾ ഇന്ന് കേട്ടല്ലോ കർത്താവേ, യേശു അവൻ ജീവനായി കടന്നു വന്നു. യേശു അവൻ വചനമായി കടന്നു വന്നു കർത്താവേ. ആ വചനം ഞങ്ങളുടെ ജീവനായി കർത്താവേ. ആ ജീവൻ ഞങ്ങളുടെ പ്രകാശമായി തീർന്നു എന്ന് ഞങ്ങളിന്ന് കേട്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഈ ജീവൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളിപ്പോൾ സ്വീകരിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ആത്മാവിലേക്ക് ഞങ്ങളിപ്പോൾ സ്വീകരിക്കുകയാണ് കർത്താവ്. ഈ ജീവൻ്റെ വചനം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിനി എങ്ങോട്ടും പോകാനില്ല കർത്താവേ. നിത്യജീവൻ്റെ മൊഴി അങ്ങയോട് കൂടെ ഉള്ളപ്പോൾ കർത്താവേ, അങ്ങയെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? അങ്ങയെ ചുറ്റിപ്പറ്റി അങ്ങയോട് ചേർന്ന് അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അങ്ങയുടെ കൃപ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് തരണമേന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അത് മാത്രമല്ല കർത്താവ്, ഈ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസ്സുകളെ പോലെ കർത്താവേ ഈ ഭൂമിയിൽ പ്രകാശിക്കുവാൻ ദൈവമേ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് തരണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ കർത്താവേ, ദൈവമേ അങ്ങയുടെ മക്കളായ ഞങ്ങൾ കർത്താവേ കൊച്ചു വെളിച്ചമല്ലല്ലോ കർത്താവേ, ഈ ലോകത്തിന്റെ ജീവ വെളിച്ചങ്ങളായി തന്നെ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കേണ്ടവരാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. അതിനായി ഞങ്ങളിപ്പോൾ സമർപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഓരോ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ കർത്താവേ ഇനി മുതൽ കർത്താവിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവേ, എല്ലാ രോഗികൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പൈൽസ് രോഗമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില നവജാത ശിശുക്കൾ അധികം നാളായില്ല, ദിവസങ്ങളെ ആയുള്ളൂ അല്ലെങ്കിൽ ആഴ്ചകളെ ആയുള്ളൂ ജനിച്ചിട്ട്. പക്ഷെ ആ കുഞ്ഞിൻ്റെ ചില ശാരീരികമായ ചില പ്രയാസങ്ങൾ, ജന്മവൈകല്യങ്ങൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ചിലതുകൊണ്ട് ഭയങ്കരമായി പ്രയാസപ്പെട്ടിരിക്കുന്ന ചില മാതാപിതാക്കന്മാരെ കർത്താവ് പറയുന്നു, കർത്താവ് ആ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേക സീസണിൽ വിവിധ രീതിയിലുള്ള രോഗങ്ങളുമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവ് തൊട്ട് സൗഖ്യമാക്കണമേ. കണ്ണിൻ്റെ വിഷൻ, ചിലർ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ, തിരിച്ചു വരട്ടെ. കർത്താവ് കൊടുക്കുന്ന എല്ലാ വിടുതലുകൾക്കുമായി നന്ദി പറയുന്ന കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും കർത്താവെ നീ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ ആഴ്ചയിലുടനീളം നമ്മുടെ മോർണിംഗ് ഗ്ലോറിയിൽ നിങ്ങൾ പങ്കെടുത്തതിന് നന്ദി. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനലിൽ ഇതെല്ലാം നമ്പർ അനുസരിച്ച് കിടപ്പുണ്ട്. അത് നിങ്ങൾ വാച്ച് ചെയ്യുകയും പല പ്രാവശ്യം കേട്ട് നോട്ട്സ് എഴുതിയെടുത്ത് വീണ്ടും വചനത്തിൽ വളരുകയും ചെയ്യണം. ഇന്ന് വൈകിട്ട് 7 മണിക്ക് വീണ്ടും നമുക്ക് ഹോം ഫെലോഷിപ്പ് ഉണ്ട്. നാളെ രാവിലെ 9 മണിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മുടെ ആരാധന ഉണ്ടായിരിക്കും. കൂടാതെ ഹാർവസ്റ്റ് ടിവിയിൽ 10 മണിക്ക് നമുക്ക് ആരാധന ഉണ്ടായിരിക്കും. ഒന്നും മിസ്സൗട്ട് ചെയ്യരുത്. തുടർന്ന് നമുക്ക് ഈ രാവിലെ സമയങ്ങളിൽ യൂട്യൂബിൽ കാണാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന വിഷയങ്ങൾ ദയവായി എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് അയച്ചു തരിക. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ പെട്ടെന്ന് മറുപടി കിട്ടിയില്ലെങ്കിൽ ആരും സങ്കടപ്പെടരുത്. ചിലരൊക്കെ മറുപടി വൈകിയപ്പോൾ ബ്രദർ ഞങ്ങളെ മറന്നു കളഞ്ഞു, കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ചിലപ്പോൾ 100 കണക്കിന് മെസ്സേജ് വരുമ്പോൾ
ഇടയ്ക്ക് ചിലപ്പോൾ വൈകിയെന്നിരിക്കാം, ചിലപ്പോൾ കണ്ടില്ലെന്നിരിക്കാം. എൻ്റെ അർത്ഥം ദൈവം കാണുന്നില്ലെന്നല്ല, ഞാൻ പലതും കാണാതെ പോകാം. മീറ്റിംഗ്സുകളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ, ഒത്തിരി മീറ്റിങ്സ്, ഇതുപോലെ റെക്കോർഡിങ്, ഇതെല്ലാം കിടക്കുകയാണ്. അതുകൊണ്ട് ദയവായി എനിക്ക് ഡിസ്കൗണ്ട് തരണം, എനിക്ക് എന്നോട് ക്ഷമിക്കണം, ഇടയ്ക്കൊക്കെ വൈകിപ്പോകാം. പക്ഷേ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതത് രാജ്യങ്ങളിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഒരുപക്ഷെ മടക്കയാത്ര, ഇന്ത്യയിലേക്ക് മടങ്ങി വരാനുള്ളവർ, സ്വന്തം രാജ്യങ്ങളിലേക്ക് പോകാൻ പലരും കുരിങ്കിടയ്ക്ക്, ഇതിനെല്ലാം കർത്താവ് സമയത്ത് വഴി തുറക്കും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ നല്ല ദൈവമാണ്, അവനറിയാതെ ഒന്നും വരുന്നില്ല. വിശ്വാസത്തിൽ ശക്തിയോടെ മുന്നിലേക്ക് പോകുക. ഈ സബ്ജക്റ്റ് വീണ്ടും നമ്മൾ തുടർന്ന് പഠിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു അഗെയിൻ ആൻഡ് അഗെയിൻ. ബൈ ബൈ.